ആ കുട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ പോലും നിർവഹിക്കുവാൻ ഒരു ടോയ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ വാർത്ത പുറത്തുവിട്ട് മണിക്കൂറുകൾക്കകം തന്നെ അത് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞ നിങ്ങളെ നമ്മുടെ പ്രേക്ഷകർ അറിയണം. പറയണം സാർ. വിസ്മയ ന്യൂസ് കണ്ടപ്പോൾ തന്നെ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥ ബോധ്യപ്പെട്ട് ഇവിടെ വന്ന് കണ്ടു. അപ്പോൾ അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാം എന്ന് ഞങ്ങൾ ഏറ്റിരിക്കുകയാണ്. അത് തന്നെ ഇന്നലെ വിസ്മയയുടെ ഒരു ന്യൂസ് കണ്ടതിന് ശേഷമാണ് നെറ്റിയാട് റാഫിയും സിദ്ദീഖയുടെ പറഞ്ഞ് അടിയന്തരമായ രീതിയിലൊരു ബാത്റൂം ഇവിടെ പണിയണം. അത് കണ്ട് നമുക്ക് വളരെ വിഷമമായ ഒരു രീതിയാണ് ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ കൊണ്ട്. അത്രയും പെട്ടെന്ന് തന്നെ ആരെങ്കിലും ഒരു വീടൂടെ വെച്ച് കൊടുത്താൽ അവരുടെ കാര്യത്തിൽ വളരെ സന്തോഷമായിരുന്നു. ഒരുപക്ഷെ ഞാൻ പറയും, ഒരു ബിസിനസ്സുകാരൻ എങ്ങനെയായിരിക്കണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇവരെ പോലെയായിരിക്കണം. NR വെറൈറ്റി മാർബിൾസ് എന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്. ഈ സ്ഥാപനത്തിൽ വരുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഇതുപോലുള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെക്കും. ഇങ്ങനെയാണ് ഇവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അത് ഈ മേഖലയിലുള്ള എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് വിസ്മയ ന്യൂസ് വാർത്ത പുറത്തുവിട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഇവർ ഇടപെട്ടത്. ഇപ്പോഴും വിസ്മയ ന്യൂസ് പറയുന്നതാണ് നമുക്ക് അഭിമാനമാണെന്ന്. ഇന്നലെയും പറഞ്ഞിരുന്നു നെറ്റിയാട് റാഫിയെ കുറിച്ച്. കാര്യം ഇതുപോലുള്ള സങ്കടങ്ങൾ കണ്ടാൽ അത് വിസ്മയ ന്യൂസിനെ അറിയിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് നെറ്റിയാട് റാഫി. എന്താണ്, സന്തോഷം തോന്നുന്നുണ്ടോ? വളരെയേറെ സന്തോഷമുണ്ട്. നമ്മൾ പറയുന്ന പല കേസുകളും ഈ NR വെറൈറ്റി മാർബിൾസ് സ്ഥാപനം നമ്മളെ സഹായിക്കുന്നുണ്ട്. നിർദ്ധരായ പല ആൾക്കാരെയും തന്റെ നാട്ടിൽ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന ഒരാൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ എന്തുകൊണ്ട് മറ്റുള്ളവർ വന്നില്ല